ഹായ് ഹലോ, കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ കത്രയൊക്കെ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ്. ആ സാധനം ഞാൻ ഓർഡർ ചെയ്തു, അത് വന്നു, അത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം നൈക്കയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്ന് ചെയ്തു, എന്തോ പ്രോബ്ലം ആയിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ നൈക്കയിൽ നിന്നാണ് അത് ചെയ്തത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അയ്യോ, ഭയങ്കര സന്തോഷത്തിലായി ഞാൻ. എങ്ങനെയും അതൊന്ന് പൊട്ടിക്കണം, കാണണം, ഭയങ്കര ആകാംക്ഷയല്ല. ഞാൻ എൻ്റെ ആകാംക്ഷയുടെ കൂടുതൽ കൊണ്ട് എനിക്കത് പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ കാലയിലൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കാണെങ്കിൽ അതങ്ങ് എടുക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. അതുപോലെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു, എങ്ങനെയും ഒന്ന് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതാണ് അർബൻ യോഗിൻ്റെ നമ്മുടെ ഹെയർ ഡ്രയറാണ്. ഇതിപ്പോൾ അറിയാലോ എല്ലാവർക്കും, വീഡിയോസിലും കാര്യമൊക്കെ കണ്ട് ഭയങ്കര, ഇത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷം വാങ്ങിച്ച. അതുപോലെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ, കാരണം എനിക്ക് അത്രയും ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് കൊള്ളുമോ കൊള്ളത്തില്ല ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ എൻ്റെ വർക്കിന് യൂസ് ചെയ്യുന്ന ഡ്രയറും അയൺ മെഷീനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് എന്തുവാ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അത് കിട്ടിയതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷത്തിലായിരുന്നു. നമ്മളൊരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്കൊരു കാര്യം സാധിച്ചെടുക്കുക എന്ന് പറയുന്നത്, അത് ചെറിയൊരു മുട്ടായി ആണെങ്കിൽ പോലും അതിൽ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ എൻ്റെ ആ ഒരു ആകാംക്ഷയുടെ പുറത്തോ എന്താ ക്യൂരിയോസിറ്റിയുടെ ഇതൊക്കെ കൊണ്ടായിരിക്കാം എനിക്കതങ്ങോട്ട് ഓപ്പൺ ആവുന്നുമില്ല, എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഓഫ് ചെയ്തിട്ട് പോയി അത് ഓപ്പൺ ആക്കി. അതിൻ്റെ കവർ ഊരി, അതിനൊരു കവറുണ്ടായിരുന്നു, അതുരി അകത്തൊരു ബോക്സ്. നല്ല പാക്കേജൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല പാക്കിംഗ് ആയിരുന്നു. അപ്പം ഇതും ഒരു ഭയങ്കര നല്ല കട്ടിയുള്ളൊരു ബോക്സാണ്. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതും ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് പോയി ഓപ്പണാക്കി. അങ്ങനെ ഓപ്പണാക്കി, അയ്യോ അത് കണ്ടപ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. അതുപോലെ ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുക. അങ്ങനെ ചേട്ടൻ വാങ്ങിച്ചു എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഓരോ കാരണത്താൽ ഇങ്ങനെ മാറ്റി വെച്ച് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഓർഡർ ചെയ്തേ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യുന്ന വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അയ്യോ, എനിക്കതെല്ലാം നോക്കിയിട്ട് എടുത്തിട്ട് ഒന്നും മതിയാവുന്നില്ലായിരുന്നു. ഇങ്ങനെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യുന്ന വീഡിയോയും കൂടെ കാണിച്ചു തരാവേ. അപ്പം വേണ്ട, ഞാനത് അതിൻ്റെ ഇതിലോട്ട് അതിങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ടൊരു ലോക്ക് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ലോ തൊട്ട് ഹൈ വരെ മാക്സിമം, മീഡിയം, ഹൈ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രയറാണ് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള ഒത്തിരി ഹെവി ആയിട്ടുള്ള ചൂടോ കാര്യമൊന്നും അല്ല, നമുക്ക് നോർമലായിട്ട് പറ്റുന്നൊരു ഇതാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഒരു ഇച്ചിരി വെറ്റായിട്ടുള്ള ഹെയറിൽ വേണമായിരുന്നു ഇത് ബ്രഷ് യൂസ് ചെയ്യാൻ. ഞാനാണ് ഓൾറെഡി എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. ഈ സാധനം വരുമെന്നറിയാൻ തന്നെ ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ ഡ്രയറോട് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഹെയർ ഭയങ്കര ഡ്രൈ ആയി. അപ്പോൾ ഇതും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. പിന്നെ എനിക്കിതിൻ്റെ ഒരു നെഗറ്റീവ് പറയാൻ തോന്നി, ഇത് ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ടുണ്ട്. ഡ്രയർ ഓണാക്കുമ്പോൾ ഉള്ള സൗണ്ട് തന്നെ ഈ മെഷീനും സെയിം സൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള, ഞാൻ ഒത്തിരി നേരം ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടതേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ റിസൾട്ട് ഇതാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെറിയ വെറ്റ് ഹെയറിൽ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.